നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അഞ്ചു മേടോ, എന്താണാവോ ഈ വഴിക്കൊക്കെ? എന്നെ വീണ്ടും വീട്ടിലേക്ക് ക്ഷണിക്കാൻ വന്നതാണോ? നിങ്ങൾക്ക് എന്നെ സഹായിക്കാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ വീട്ടിലേക്ക് വരാന്ന് സമ്മതിച്ചത്? എന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞാ നീ എന്നെ വീട്ടിലേക്ക് കേറ്റു മഞ്ജു? എന്റെ അച്ഛനെ കുറിച്ച് അവരോട് നുണ പറഞ്ഞിട്ട് മാഡത്തിന് എന്താ കിട്ടിയത്? സമാധാനം, ആത്മസംതൃപ്തി, അതെല്ലാം കിട്ടി. എന്നോട് ഇത്രയും പക തോന്നാൻ ഞാൻ എന്താ മാഡത്തിനോട് ചെയ്തത്? നീയല്ല, നിന്റെ തന്തയാ ചെയ്തത്. എന്റെ അച്ഛനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ കാരണക്കാരൻ നിന്റെ തന്തയായിരുന്നു. അയാളുടെ ഒടുക്കത്തൊരു സത്യസന്ധത. അച്ഛൻ അന്ന് അനുഭവിച്ച നാണക്കേടിനെ കുറിച്ച് എനിക്ക് മാത്രമേ അറിയൂ. ഒരു പോലീസുകാരന് യൂണിഫോം നഷ്ടപ്പെട്ട അയാളെ നോട്ടമിട്ട ശത്രുക്കളെല്ലാം തല പൊക്കും. അങ്ങനെ പേടിച്ച് രാത്രി മുഴുവൻ ഒരു പോള പോലും കണ്ണടയ്ക്കാതെ അച്ഛൻ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശങ്കരന്റെ മരണത്തിൽ നിന്റെ അച്ഛനും പങ്കുണ്ടെന്ന് നിന്റെ കുടുംബം വിശ്വസിക്കുന്ന സ്ഥിതിക്ക് ഇനി ആ വീട്ടിൽ നിന്റെ അവസ്ഥയോ അങ്ങനെ തന്നെയായിരിക്കും. മനസമാധാനം കിട്ടാതെ നീ നരകിക്കും. ഇപ്പൊ നീ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നിനക്ക് നിന്റെ അച്ഛനോട് നന്ദി പറയാം. എന്റെ അച്ഛൻ അനിൽ സാറിനെതിരെ നിൽക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അതിന് തക്കതായി കാരണം ഉണ്ടാവും. അതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും നേരിടാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. മാഡം ഒരു നല്ല പോലീസുകാരിയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതിന്റെ പേരിൽ ഒരു തവണ എനിക്ക് അബദ്ധം പറ്റി. ഇനി അത് സംഭവിക്കില്ല. എന്താടി, നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അടങ്ങി ഒതുങ്ങി നടന്നാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ... എന്താ ഇവിടെ സ്റ്റേഷനിൽ തല്ലുണ്ടാക്കാൻ